ഇന്ന് പ്രിയദർശിനി സൗജന്യ യാത്ര മുഖ്യമന്ത്രി ഇതിനകം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ന് ഈ ഉദ്ഘാടനത്തോടുകൂടി 9 മണിക്ക് ശേഷം കേരളത്തിലെ എല്ലാ KSRTC ഓർഡിനറി സർവീസുകളിലും 3125 ബസ്സുകളുണ്ട്. ഇന്ന് മാഷ 1000 കണ്ടുള്ളൂ, അത് ബാക്കി എവിടെയാന്ന് എനിക്കറിയില്ല. ഏതായാലും ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറിനും, അത് കുട്ടികൾക്കും പ്രായമായവർക്കും APL BPL അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും സൗജന്യ യാത്ര കൊടുത്തുകൊണ്ടുള്ള പരീക്ഷണം ആരംഭിക്കുകയാണ്. ആ പരീക്ഷണം വലിയ തോതിൽ ആളുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF കൊടുത്ത ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒരു പ്രധാന ഐറ്റമായിരുന്നു സ്ത്രീകളുടെ KSRTCയിലെ സൗജന്യ യാത്ര. ആ സൗജന്യ യാത്ര അവരുടെ മൊബിലിറ്റി കൂട്ടുന്നു. പ്രത്യേകിച്ചും കുറഞ്ഞ വരുമാനത്തിന് കടകളിൽ പോയി ജോലി ചെയ്യുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, അതുപോലെയുള്ള ആളുകൾ, കുറഞ്ഞ വരുമാനത്തിന് തെരുവ് വ്യാപാരം നടത്തുന്നവർ, അതുപോലെ ചികിത്സയ്ക്ക് പോകുന്നവർ, വൃദ്ധരായ ആളുകൾ, അവർക്കൊക്കെ ചികിത്സയ്ക്ക് പോകണമെങ്കിൽ ദൂരം യാത്ര ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ കണ്ടത് വയനാടാണ്. വയനാട് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് വന്ന് തിരിച്ചു പോകാൻ ഒരു പൈസ ചിലവാക്കാതെ വരാൻ പറ്റും. എറണാകുളത്ത് ഞാൻ ഇരിക്കുന്ന കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കളക്ടറേറ്റും സെസ്സും അതുപോലെയുള്ള സ്ഥാപനങ്ങളുമുണ്ട്. ആ സ്ഥാപനങ്ങളിലേക്ക് വളരെ കുറഞ്ഞ ശമ്പളത്തിന് ജോലിക്ക് വരുന്ന ആളുകൾ ഈ സെസ്സിലൊക്കെ ഉണ്ട്. തുന്നൽ, അതുപോലെയുള്ള ചെറിയ തൊഴിൽ. ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ഇത് വലിയ സൗകര്യമായി പോകും എന്നതിൽ സംശയമില്ല. ഏതാണ്ട് 3125 ബസ്സിൽ ഒരു ദിവസം അവർക്കൊരു ശരാശരി 2 ട്രിപ്പ് ഇട്ടാൽ 6200, അതിൽ ഒരു 20-30 പേര് കയറിയാൽ തന്നെ ഏതാണ്ട് 1,00,000-ലധികം ആളുകൾക്ക് അതിൻ്റെ ഗുണം ഓരോ ദിവസവും കിട്ടും സ്ത്രീകൾക്ക് എന്നത്. അതൊരു ചെറിയ കാര്യമല്ല. സർക്കാരിന് ബാധ്യതയുണ്ട്. സർക്കാർ ഇതെങ്ങനെ മറികടക്കുമെന്ന് ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, 3 മാസത്തെ പരീക്ഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ, കഴിയുമെങ്കിൽ അത് ഫാസ്റ്റ് പാസഞ്ചറിലേക്കും അതിനുശേഷം മറ്റ് ബസ്സുകളിലേക്കും കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് സൂപ്പർ ഫാസ്റ്റും അതുപോലെയുള്ള AC ബസ്സുകളിലൊന്നും സൗജന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. തമിഴ്നാട്ടിലൊക്കെ ലോക്കൽ ബസ്സുകൾക്കേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ബസ്സുകൾക്കൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ്, TT മുതലായ FSLS പോലെയുള്ള ലോങ് റൂട്ട് ബസ്സുകൾക്കും ഇത് വളരെ ഗുണകരമാണ് എന്നതാണ്. കുറേ ആളുകൾ അത് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് മൂന്നാർ വരെ നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ കുമിളി വരെ പോകാം KSRTC ബസ്സിൽ. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം അത്രയും ആ പോകുന്ന റൂട്ടിലുള്ള ആളുകൾക്കൊക്കെ ജോലിക്ക് പോകാനും മറ്റ് സൗകര്യങ്ങൾക്കും ചികിത്സയ്ക്ക് പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് വലിയ തോതിൽ സ്ത്രീകളുടെ, ഇപ്പോൾ ഇടതുപക്ഷ അനുഭാവികളായ സ്ത്രീകൾ വരെ വലിയ തോതിൽ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പൊതുവെ സ്ത്രീപക്ഷത്തിലുള്ള ആളുകൾ ഇത് സ്ത്രീകളുടെ മൊബിലിറ്റി കൂട്ടുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. മാത്രമല്ല, പൊതുഗതാഗതത്തിലേക്ക് സ്ത്രീകൾ വരിക, സ്ത്രീകളല്ല എല്ലാവരും വരണം, പ്രത്യേകിച്ചും സ്ത്രീകൾ വരിക എന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ചിലർ ചോദിച്ചു, ഇതിന് 67-70 കോടി രൂപ മാസം കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് 100-150 കോടി രൂപ സർക്കാർ ശമ്പളം കൊടുക്കാൻ വേണ്ടി, പെൻഷൻ കൊടുക്കാൻ വേണ്ടി അവിടെ കൊടുക്കുന്നുണ്ട്. ശമ്പളവും പെൻഷൻ കൊണ്ട് ഉപകാരം കിട്ടുന്ന എത്ര പേർക്കാ? അവർ കൊടുക്കണം, കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല. ആ 150 കോടി ഒരു മാസം കൊടുക്കേണ്ടി വരുന്ന കേരള സർക്കാർ ഒരു 60 കോടിയോ കൂടി കൊടുക്കേണ്ടി വന്നാൽ അതിനെന്താ കുഴപ്പം? കാരണം ഇത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഓരോ ദിവസവും സഹായം കിട്ടുന്ന, സൗജന്യം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ഏതായാലും ഈ പദ്ധതി പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ അനുഭാവികളായ സ്ത്രീകൾ, പ്രത്യേകിച്ച് എഴുത്തുകാർ, അതുപോലെയുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം UDF ചെയ്താൽ അത് തെറ്റാണ് എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരിതിനെ എതിർക്കും. എതിർക്കുന്നതിന് പറഞ്ഞ ന്യായങ്ങളാണ് ഏറ്റവും വിചിത്രമായ ന്യായങ്ങൾ. ചിന്താ ജെറോം എന്ന് പറയുന്ന തീപ്പൊരി നേതാവുണ്ട്. അവർ പറഞ്ഞു ഇത് പറ്റിക്കല. എന്ത് പറ്റിക്കലാണ്? ഇപ്പൊ ഇവരുടെയൊക്കെ വാദം എന്താണ്? പിണറായി വിജയൻ മുതൽ ചിന്താ ജെറോം വരെയുള്ളവർ പറയുന്നത് എന്തുകൊണ്ട് ഓർഡിനറി മാത്രം കൊടുത്തു? ഒരു കാര്യം, നിങ്ങളുടെ കാലത്ത് ഒരു ബസ്സിലും ഒരാൾക്കും കൊടുത്തിട്ടില്ലല്ലോ, ഒന്നാമത്തെ കാര്യം. 2, വാഗ്ദാനമുണ്ട്. ഒരു വാഗ്ദാനം 5 വർഷത്തെ ഒരു സർക്കാർ കൊടുക്കുന്ന വാഗ്ദാനമാണ്. അത് ആദ്യത്തെ മാസം ഈ സർക്കാർ പൂർത്തിയാക്കുന്നുള്ളൂ. ആദ്യത്തെ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിൽ ബഹുഭൂരിപക്ഷം ബസ്സുകൾക്കും ഈ സൗജന്യം കൊടുത്തു എന്നതാണ് ഒരു കാര്യം. ബഹുഭൂരിപക്ഷം ഓർഡിനറി ബസ്സല്ലേ? കൂടുതൽ ആളുകളും യാത്ര ചെയ്യുന്നത്, സ്ത്രീകളൊക്കെ യാത്ര ചെയ്യുന്നത് ഓർഡിനറി ബസ്സിലല്ലേ? ദിവസവും ഫാസ്റ്റ് പാസഞ്ചറിൽ കയറി പോകുന്ന ആളുകൾ എത്രയുണ്ട്? സ്ത്രീകളുടെ എണ്ണം എത്രയുണ്ട്? പൊതുവെ
സൂപ്പർ ഫാസ്റ്റിലും ഫാസ്റ്റ് പാസഞ്ചറിലും സ്ത്രീകളുടെ എണ്ണം കുറവാണ്, ഓർഡിനറിയാണ്. സ്ത്രീകൾ കൂടുതൽ പോകുന്നത് ഡെയിലി യൂസ്. പിന്നെ ഏറ്റവും കുറഞ്ഞ വരുമാനക്കാർക്കും അതാണ്. ഈ ഫാസ്റ്റ് പാസഞ്ചർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല, അത് കൊടുക്കും. ഒരു ഒരു വാഗ്ദാനം അതിൻ്റെ പകുതിയിലേറെ അല്ലെങ്കിൽ ഒരു 70% ബസ്സുകളിലും കൊടുക്കാൻ തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തെ CPM ബഹിഷ്കരിക്കും, CPM എതിർക്കും. ഇന്ന് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് തമാശയാണ്. എന്താ, ഓർഡിനറി ഇല്ല സ്ഥലങ്ങളിൽ. അത് ആ വിമർശനം ഞാൻ അംഗീകരിക്കുന്നു. കേരളത്തിൽ ഓർഡിനറി ബസ്സല്ല, ഫാസ്റ്റ് പാസഞ്ചറും ഇല്ലാത്ത സ്ഥലമുണ്ട്. ഇപ്പൊ KSRTC കേരളത്തിൽ മൊത്തം ഗതാഗതത്തിന്റെ 40% അത്രേ വരുള്ളൂ എന്നാണ് പറയണത്. മറ്റ് ഗതാഗതം നോക്കുമ്പോൾ മറ്റ് സ്വകാര്യ ബസ്സുകൾ നോക്കുന്നു. ഇനി സ്വകാര്യമല്ലാത്ത മറ്റു വലിയ ലോങ് റൂട്ട് ബസ്സുകൾ വേറെയുണ്ട്, റോബിൻ പോലെയുള്ള വിവാദമായ ബസ്സുകൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും സാധാരണക്കാർക്ക് സഞ്ചരിക്കാനുള്ള ബസ് ഇതാണ്. ഇനി KSRTC കേരളത്തിൽ കുറവായതിന് കാരണം 1 മാസം പോലും തികയാത്ത വിധീഷ് സതീശൻ സർക്കാരാണോ, അതോ ഇവിടെ വലിയ തോതിൽ 5000 പ്രണയത്തിന് വരെ സമയമുണ്ടായിരുന്ന പഴയ ഗതാഗത മന്ത്രി അടക്കമുള്ള 10 വർഷം ഭരിച്ച ആളുകളാണോ എന്ന ചോദ്യത്തിന് മറുപടിയില്ലേ? എന്തുകൊണ്ടാണ് അത് പറയാത്തത്? വേറെ ന്യായമൊന്നും പറയണ്ട. നിങ്ങളുടെ കാലത്ത് ഒരാൾക്ക് പോലും കൊടുക്കാത്തൊരു സംഗതി. ഇനി വേറൊരു വാഗ്ദാനം ഞാൻ ഓർമ്മിപ്പിക്കാം. 2021 അവർ പറഞ്ഞത് ഇവിടുത്തെ പെൻഷൻ, അന്ന് 2000 രൂപ പെൻഷൻ ഉള്ളത് 2500 ആക്കും എന്നാണ്, 3000 ആക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എപ്പോഴാണ് അതാക്കിയത്? എപ്പോഴാണ് അതിലൊരു വർധന വരുത്തിയത്? അതിൽ വർധന വരുത്തിയത് അവസാന മാസം, സർക്കാർ തീരാനുള്ള അവസാന മാസം വരുത്തിയത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും നടപ്പാക്കണമെന്ന് പറയുന്ന വിഡ്ഢിത്തം ഇത് ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഗോവിന്ദന്റെ അപ്പം വിൽപ്പന ഇതിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ രാവിലെ മുതൽ വൈകുന്നേരം വന്ന് 3 പത്രസമ്മേളനം നടത്തി ഇതിനെ എതിർക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. കേരളത്തിലെ സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ക്രമേണ മറ്റ് ബസ്സുകളിലും കൂടി വ്യാപിപ്പിക്കണം. അതിന് സമയമുണ്ട്. ഇനി 4 വർഷവും 11 മാസത്തിൽ കൂടുതലുണ്ട്. തീർച്ചയായും അത് ചെയ്യാൻ കഴിയും. ഇത് നന്നായി നടത്തി കഴിഞ്ഞാൽ ഇത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ജനങ്ങളെ ആകർഷിച്ചൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പോകും. ഇനി KSRTC നന്നാവുമെന്നുള്ളത് ഞാൻ പറയുന്നത്, KSRTC ലാഭത്തിലാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളെയല്ല ഞാൻ. കാരണം KSRTC പൊതുഗതാഗത സംവിധാനമാണ്. KSEBയെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമൊന്നും വേണമെന്ന് പറയുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ഭാരമാകാതെ അതിൻ്റെ നഷ്ടം കുറയ്ക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില ചാർജ് കൂട്ടേണ്ടി വരും. അത് വൈദ്യുതി ആണെങ്കിലും വെള്ളമാണെങ്കിലും ബസ് ചാർജ് ആണെങ്കിലും കൂട്ടേണ്ടി വരും. അതുകൊണ്ട് അതൊഴിവാക്കാൻ അവരുടെ ഒരു ബ്രേക്ക് ഈവണിലായി പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യണം. സർക്കാർ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് KSRTCക്കും KSEBക്കും വാട്ടർ അതോറിറ്റിക്കും ചെയ്യേണ്ടത്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അതിൻ്റെ ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യമാണ് പിണറായി വിജയന്റെ കാലത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയത്, ബസ് ചാർജ് കൂട്ടിയത്? അപ്പോൾ അങ്ങനെ കൂട്ടുകയല്ല. ഈ KSRTCയെ ഒരു ബ്രേക്ക് ഈവണിലേക്ക്, ലാഭമൊന്നും വേണ്ട, ബ്രേക്ക് ഈവണിലേക്ക് എത്തിക്കുകയും അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സൗജന്യം ജനങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന തരത്തിലേക്ക് വരികയും, തൊഴിലാളികൾക്ക് മാത്രമല്ല മറ്റാളുകൾക്കും കിട്ടണം. ഇപ്പോൾ തൊഴിലാളിക്ക് മാത്രമേ അതിൻ്റെ സൗജന്യം കിട്ടാറുള്ളൂ. എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കാനാണ്. നിലനിർത്തണം. ആ നിലനിർത്തുന്നത് ഇവർക്ക് കൂടി വ്യാപകമാവുന്ന, ബാധകമാവുന്ന, ജനങ്ങൾക്ക് കൂടി ബാധകമാവുന്ന ഒരു തരത്തിലേക്ക് ഇതെത്തുന്നു. ഇത് വളരെ നിർണായകമായ ഒരു മൂവ്മെൻ്റാണ്. ഇതിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർക്ക് പ്രശ്നം ഉണ്ടാവാം, അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഒരു സംശയവും വേണ്ട, കൃത്യമായി ഇത് ജനകീയമായ ഒരു നടപടി തന്നെയാണ്. ജനങ്ങളിത് സ്വീകരിക്കും. പ്രതിപക്ഷം പങ്കെടുക്കാതിരിക്കുക തന്നെ. CP ജോൺ പറഞ്ഞൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് ജ്യോതിബാസു പ്രധാനമന്ത്രി ആവണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത് ചരിത്രപരമായ മണ്ടത്തരമായി എന്ന് പറയുന്നത് പോലെ ഇവിടെയും CPMന് ചരിത്രപരമായൊരു മണ്ടത്തരം സംഭവിക്കുന്നു എന്നാണ് CP ജോൺ പറഞ്ഞത്. അത് ശരിയാവാതിരിക്കട്ടെ.